അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ നിന്ന് വമ്പൻ ആഭ്യന്തര രാഷ്ട്രീയ സ്ഫോടനത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വർഷം ആദ്യം തന്റെ പിതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി ഇറാന്റെ പരമോന്നത നേതാവെന്ന പദവിയിലേക്ക് മുസ്തഫ ഖമേനി എത്തിയതോടെ രാജ്യം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നിരുന്നു. തുടക്കത്തിൽ കടന്ന നിയന്ത്രണങ്ങൾ പ്രകടിപ്പിച്ച മുസ്തഫയ്ക്ക് അധികം വൈകാതെ തന്നെ ഭരണകൂടത്തിനകത്ത് നിന്ന് ആദ്യത്തെ വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അമേരിക്കയുമായി സ്വിറ്റ്സർലാൻഡിൽ വെച്ച് നടന്ന അതിതീവ്രമായ നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുള്ള ചില അതീവ രഹസ്യ രേഖകൾ പുറത്തായതാണ് ഇറാന്റെ പുതിയ ഭരണ നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ ചോർച്ച കേവലം ഒരു നയതന്ത്ര രേഖയുടെ പുറത്തുപോകൽ മാത്രമല്ല, മറിച്ച് ഇറാന്റെ പരമാധികാര ഘടനയ്ക്കുള്ളിൽ പുകയുന്ന ആഭ്യന്തര അധികാര തർക്കങ്ങളുടെ പരസ്യമായ പ്രഖ്യാപനം കൂടിയാണ്. എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. ഈ വിവാദങ്ങൾക്ക് പെട്ടെന്നുണ്ടായ കാരണം ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഖബർ നെറ്റ്വർക്കിൽ പ്രത്യക്ഷപ്പെട്ട തീവ്ര നിലപാടുകാരനായ പാർലമെന്റ് അംഗം മെഹ്മൂദ് നബാവിയന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹം ലൈവ് ഷോയ്ക്കിടെ പെട്ടെന്ന് അതീവ രഹസ്യമായ ഔദ്യോഗിക കത്തുകൾ പുറത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. അമേരിക്കയുമായുള്ള ചർച്ചകൾക്കായി പരമോന്നത നേതാവായ മുസ്തഫ ഖമേനി നിശ്ചയിച്ചിരുന്ന കടുത്ത നിബന്ധനകൾ അടങ്ങിയ കത്തുകൾ താൻ നേരിട്ട് കൊണ്ടുവന്നെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഇറാന്റെ ചർച്ചാ സംഘം പരമോന്നത നേതാവ് നിശ്ചയിച്ച ലക്ഷ്മണ രേഖകൾ മറികടന്ന് അമേരിക്കയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സംഭവം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായതോടെ അധികൃതർ ഈ ലൈവ് അഭിമുഖം പെട്ടെന്ന് തന്നെ വെട്ടിമാറ്റുകയും ചാനലുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഈ ഒരു അനാസ്ഥയെ തുടർന്ന് TV നെറ്റ്വർക്കിന്റെ ജനറൽ ഡയറക്ടറിന് വരെ രാജിവെക്കേണ്ടി വന്നു. എങ്കിലും ഇറാന്റെ രാഷ്ട്രീയ ഇടനാഴികളിൽ ഉണ്ടാകേണ്ട ചലനങ്ങൾ അത് സൃഷ്ടിച്ചു കഴിഞ്ഞു. നബാവിയന്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം അമേരിക്കയുമായുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരമോന്നത നേതാവ് 11 കർശനമായ ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, പാശ്ചാത്യ രാജ്യങ്ങൾ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ആസ്തികൾ തിരികെ നൽകുക, അന്താരാഷ്ട്ര തലത്തിൽ മുൻപുണ്ടായ നഷ്ടങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് കൃത്യമായ നഷ്ടപരിഹാരം ഈടാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇറാന്റെ ആഭ്യന്തര സുരക്ഷയുടെയും അന്താരാഷ്ട്ര പദവിയെയും ബാധിക്കുന്ന മറ്റ് 2 പ്രധാന ആവശ്യങ്ങളും കത്തിലുണ്ടായിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം നിലനിർത്തുക എന്നതും ആഗോള എണ്ണക്കടത്തിന്റെ കേന്ദ്രമായ ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന് പൂർണ്ണമായ മേധാവിത്വം ഉറപ്പാക്കുക എന്നതുമായിരുന്നു അവ. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കാനും ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ഈ തുക ഇറാന്റെ വിപ്ലവ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്കായി നീക്കിവെക്കാനും മുസ്തഫ ആവശ്യപ്പെട്ടിരുന്നു. ഒമാനുമായിട്ട് പോലും പങ്കിടരുതെന്നായിരുന്നു കത്തിലെ കർശന നിർദ്ദേശം. എന്നാൽ ഈ കടുത്ത നിർദ്ദേശങ്ങൾ മറികടന്ന് ഇറാന്റെ നയതന്ത്രജ്ഞർ ചർച്ചകളുമായി മുന്നോട്ട് പോയി എന്ന വാദം മുസ്തഫ ഖമേനിയുടെ അധികാരത്തിന് മേൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ഇതിൽ 2 സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഒന്നുകിൽ പുതിയ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങളെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും ചർച്ചാ സംഘവും പൂർണ്ണമായി വിലവച്ചില്ല, അല്ലെങ്കിൽ മുസ്തഫ ഖമേനിയുടെ പേര് ആയുധമാക്കി ഭരണകൂടത്തിലെ ഒരു വിഭാഗം ചർച്ചകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഈ 2 സാഹചര്യങ്ങളും ഒരു പുതിയ ഭരണാധികാരിയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല. ഇറാനിലെ തീവ്ര വലതുപക്ഷം അതായത് ഹാർഡ് ലൈനേഴ്സ് വിഭാഗം ഈ ചർച്ചകളെ ഭയത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയുമായിട്ട് ഒരു നയതന്ത്ര ധാരണ ഉണ്ടാകുന്നത് ഇറാന്റെ നിലവിലെ സർക്കാരിലെ മിതവാദികൾക്കും പ്രായോഗികവാദികൾക്കും കൂടുതൽ ജനപ്രീതിയും ശക്തിയും നൽകും. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകളിലൂടെയും കടുത്ത മതപരമായ പ്രത്യയശാസ്ത്രങ്ങളിലൂടെയും ഇറാനിൽ സ്വാധീനം ഉറപ്പിച്ച അധികാര കേന്ദ്രങ്ങളുടെ പ്രസക്തി ഇല്ലാതാക്കാൻ ഒരു സമാധാന കരാറിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വഴിമാറുന്നത് തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഭയക്കുന്ന അവർ നയതന്ത്ര നീക്കങ്ങളെ പരമോന്നത നേതാവിനോടുള്ള വഞ്ചനയായിട്ട് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മുസ്തഫ ഖമേനിയുടെ അധികാരപ്രാപ്തിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇറാന്റെ ചരിത്രത്തിൽ തന്നെ സവിശേഷമായ ഒന്നാണ് എന്ന് പറയണം. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഭരണഘടന ഒരു പരമ്പരാഗത രാജഭരണത്തെയോ കുടുംബ വാഴ്ചയെയോ പിന്തുണയ്ക്കുന്ന ഒന്നല്ല. മുൻ പരമോന്നത നേതാവിന്റെ മകൻ തന്നെ ആ പദവിയിലേക്ക് എത്തിയത് രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള അസംതൃപ്തികൾക്ക് കാരണമായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത പ്രസ്താവനകളെ തുടർന്ന് ഇറാൻ പ്രതിനിധികൾ ചർച്ചകളിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിന്നതും പിന്നീട് മറ്റ് മധ്യസ്ഥർ വഴി ചർച്ചകൾ പുനരാരംഭിച്ചതും വലിയ വാർത്തയായിരുന്നു. ഇത്തരമൊരു സങ്കീർണമായ ചർച്ച നടക്കുമ്പോൾ ആഭ്യന്തരമായി ചോദ്യങ്ങൾ ഉയരുന്നത് ഇറാന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ വിവാദങ്ങൾ മുസ്തഫ ഖമേനിയുടെ പദവിക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇറാന്റെ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വിഭാഗവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ പരസ്യമായി തള്ളി പറഞ്ഞിട്ടില്ല. മറിച്ച് തങ്ങളാണ് പരമോന്നത നേതാവിന്റെ യഥാർത്ഥ അനുയായികൾ എന്ന് സ്ഥാപിക്കാനാണ് ഓരോ വിഭാഗവും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ മുസ്തഫ ഈ മെമ്മോറാണ്ടത്തിന് അനുമതി നൽകിയതായി പിന്നീട് കത്തുകൾ പുറത്തു വന്നുവെങ്കിലും ഈ വിവാദമുണ്ടാക്കിയ പുകിൽ ചെറുതല്ല.
പിതാവിൽ നിന്ന് അധികാരം കൈമാറി കിട്ടിയെങ്കിലും വ്യത്യസ്ത ആശയങ്ങളുള്ള രാഷ്ട്രീയ ചേരികളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ വൈഭവം മുസ്തഫയ്ക്ക് ഇനിയും തെളിയിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാന്റെ വിദേശ നയങ്ങളിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ അധികാര തർക്കങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.